ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് എൻ്റെ നാടും എൻ്റെ നാട്ടിലെ കുറച്ച് കാര്യങ്ങളുമാണ് ഈ കാണിക്കുന്നത്. ഇത് 110 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു സ്കൂളാണിത്. കാരണം ഇവിടുത്തെ അച്ഛനൊക്കെ പഠിച്ച സ്കൂൾ എന്നുവെച്ചാൽ ഇവിടെ 4 ക്ലാസ് വരെ ഉള്ളൂ. അതിൻ്റെ ഗ്രൗണ്ടാണ് ഇത്. ഗ്രൗണ്ടും നല്ല സ്റ്റേജൊക്കെയാണ്. പണ്ടേ ഉള്ളതാണ് ഈ സ്കൂള്. കാരണം ഇവിടെയാണ് മിക്ക കുട്ടികളും ഒരു 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ പഠിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് അതിൻ്റെ ഗ്രൗണ്ടാണ്. ചെറിയ കുട്ടികൾ പഠിക്കുന്ന പഴയ സ്കൂൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പയൊക്കെ പഠിച്ചിട്ടുള്ള സ്കൂളാണ്. ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് മറ്റു വലിയ സ്കൂളുകളിലേക്കൊക്കെ കുട്ടികൾ പോകുന്നത്. ഒന്ന് തൊട്ട് 4 വരെ ആണ് ഈ സ്കൂൾ. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു സ്കൂളാണ്. ഇവിടെ കഞ്ഞി വെക്കുന്ന സ്ഥലം കയറി കഴിഞ്ഞാൽ മെയിൻ റോഡിലോട്ടാണ് കയറുന്നത്. ഇനി നമ്മൾ മെയിൻ റോഡിലോട്ടല്ല പോകുന്നത്. ഞാൻ താഴെ ഞങ്ങളുടെ വയൽ സൈഡിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് ഞങ്ങളുടെ കൃഷിയൊക്കെ കാണുന്നത്. ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ എല്ലാം കൃഷി. ഞങ്ങൾക്ക് താഴെ പോയാലും കൃഷിയൊക്കെ ഉണ്ട്. ആ കൃഷിയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ആരും സ്കിപ്പ് ചെയ്യല്ലേ. ഞങ്ങളുടെ നാട്ടിൻപുറമൊക്കെ ഒന്ന് കാണാൻ നല്ല രസമാണ്. ഇതാണ് ഞങ്ങളുടെ ചെറിയ സ്കൂൾ. ഇവിടെ ഒരുപാട് വലിയ സ്കൂളുകളുണ്ട്, ഒരുപാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. പക്ഷേ ഈ സ്കൂളിൽ പഠിച്ച പിള്ളേരാണ് മിക്കവരും നല്ല ഹൈ ലെവലൊക്കെ ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്കൂടെ താഴോട്ട് പോകുമ്പോൾ വയലിലേക്ക് പോകും. മേളിലോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി പോകാം. വീട്ടിലേക്ക് പോകുന്ന മെയിൻ റോഡ് ചെല്ലും. മെയിൻ റോഡ് ഇപ്പം കണ്ടോ, ഇത് ഞങ്ങളുടെ കൃഷിയാണ്. കണ്ടോ, നല്ല ഉണക്കായതുകൊണ്ട് എൻ്റെ ഇലയൊക്കെ ഇനി വെട്ടിക്കളയേണ്ടിരിക്കുന്നു. നല്ല പാടലുണ്ട്. പാവല്, പയറ്, വാഴ, നല്ല കൃഷികളാണ്. കണ്ടോ, വെണ്ട. എടുത്തപ്പോൾ ഇതിൻ്റെ പഴുത്ത വാഴയുടെ കൈകളൊന്നും വെട്ടിക്കളഞ്ഞില്ല. പിന്നെ എടുത്ത് വെള്ളം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ കിടന്ന് ഉണക്കായതുകൊണ്ടാണ് വെട്ടിക്കളയുന്നത്. ഇപ്പം എല്ലാം വെട്ടിക്കളഞ്ഞ് നിർത്തിയിരിക്കുകയാണ് നല്ല നീറ്റായിട്ട്. കണ്ടോ, ഈ പന്നികളെ പേടിച്ചാണ് അതിൻ്റെ ചുറ്റും പ്ലാസ്റ്റിക്കിൻ്റെ മാല പോലെ കെട്ടിയിട്ടേ. ഇതിങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങ് കൃഷിയിടങ്ങളാണ്. അങ്ങോട്ട് താഴോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു പണ്ടുള്ളൊരു തട്ടുകടയുണ്ട്. ഒരുപാട് ആൾക്കാർ ചായ കുടിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇതെടുക്കാൻ. കണ്ടോ, ചെറിയ തോടുകളൊക്കെ ഉണ്ട് ഇടയ്ക്ക്. അരുവികൾ വെള്ളം ഒഴുകിപ്പോകും. ഇതിലേക്കൂടെ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിൻപുറമാണ്. നമ്മൾ മെയിൻ റോഡിൽ വന്നു കഴിഞ്ഞാൽ അങ്ങ് മൊത്തം വീടുകളൊക്കെയാണ്. പക്ഷേ കുറച്ച് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല കാഴ്ചകളാണ് കാണാൻ.
തോടും പുഴകളും പച്ചപ്പും ഹരിതാപവും. അതേസമയം ഞങ്ങളുടെ മെയിൻ റോഡ് ഭാഗങ്ങളിലെല്ലാം വീടുകളും തിരക്കും ഭയങ്കര ശബ്ദവും വാഹനങ്ങൾ പോകുന്നതൊക്കെ ശബ്ദങ്ങൾ. പക്ഷേ ഇനി കുറച്ച് താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നല്ല പച്ചപ്പും ഹരിതാപവും നല്ല ശബ്ദമേ ഇല്ലാത്ത നല്ല ക്വയറ്റ് ഏരിയകളാണ്. ഞങ്ങളുടെ വയലിലെ കൃഷികളൊക്കെ ഞാൻ കൃഷി കുറച്ച് എടുത്തില്ല. കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറി വരുമ്പോഴാണ് നമ്മുടെ സ്കൂളൊക്കെ വരുന്നത്. താങ്ക് യു.